ഇന്ന് അമ്പാടിനെ എഴുത്തിനിരുത്താൻ പോവാണ്. ഉണ്ണിക്കുട്ടനും അമ്പാടി ഞാനും കുട്ടേട്ടനും കൂട്ടിയിട്ട് നമ്മുടെ അച്ചാച്ചൻ്റെ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. അച്ചാച്ചനും അമ്മാമ്മയും വന്നില്ല. മഴയൊക്കെ ആയ കാരണം അച്ചാച്ചൻ പറഞ്ഞു ഞാനില്ല. പിന്നെ അമ്മാമ്മയ്ക്ക് പനിയുടെ ഒരു ഇതുണ്ട്. അപ്പം അമ്മ പറഞ്ഞു ഞാനും വരില്ല, നിങ്ങൾ പോയിട്ട് സമാധാനത്തിൽ എഴുതിയിട്ടൊക്കെ വായോ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു. പോണ പോക്കിൽ ഇതാ ഗേറ്റ് ഇടയിൽ പെട്ടിട്ട് കിടക്കാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 8:30 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. 11 മണി വരെയാണ് അമ്പലമുള്ളൂ. അങ്ങനെ നമ്മളിത് അമ്പലത്തിൻ്റെ അവിടെ എത്തി. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു സമയത്ത്. അപ്പോൾ ഇതാ പിന്നെ അമ്പലത്തിൽ അത്യാവശ്യം തിരക്കുണ്ട്. വണ്ടികൾ അവിടെ ഇവിടേക്കാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ നമ്മുടെ വണ്ടി ഒരു ഭാഗത്ത് ഒതുക്കിയിട്ട് അവിടെ നിന്ന് അമ്പലത്തിലേക്ക് നടക്കുകയാണ് കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയ കാരണം കുട ഞാൻ വണ്ടിയിൽ തന്നെ വെച്ചു, അകത്തേക്ക് എടുത്തില്ല. എല്ലാം കൂടി കെട്ടിപ്പറിക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അവിടെയുള്ള ഒരു കടയിൽ നിന്ന് അമ്പാടിക്ക് എഴുത്തിന് ഇരിക്കുമ്പോൾ കൊടുക്കാനായിട്ടൊരു മുണ്ടും മേടിച്ചു കേട്ടോ. പിന്നെ വഴിപാടിനുള്ള ഷീട്ടൊക്കെ എടുത്തിട്ട് എഴുത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ക്യൂ ആണ് കേട്ടോ. ഇത് നല്ല തിരക്കാണ്. ഞായറാഴ്ചയും പിന്നെ സ്കൂൾ തുറക്കണതിൻ്റെയൊക്കെ ആയിട്ടാണ് തോന്നുന്നുണ്ട്. നല്ല തിരക്കാണ് അമ്പലത്തിൽ. 3 പേര് എഴുതാതിരിക്കുന്നുണ്ട്. അങ്ങനെ അമ്പാടിയുടെ ഊഴെത്തി. അമ്പാടി ദക്ഷിണ വെച്ച് പ്രാർത്ഥിച്ച് അവനത്തെ നാവിൽ എഴുതിച്ചു. പിന്നെ അരിയിലും എഴുതിക്കുകയാണ് അവൻ. പക്ഷേ അവർ പറയുന്ന അക്ഷരങ്ങളൊന്നും പറയണ്ടായിരുന്നില്ല. കുട്ടേട്ടനാണ് അവിടെ അക്ഷരങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ നമ്മളിവിടെ എഴുത്തിനിരുത്തണതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ വഴിപാടിനുള്ള ചീട്ട് എടുക്കണം. അപ്പോൾ 2-3 ചീട്ടുകളായിട്ടാണ് നമുക്ക് കിട്ടുക. ആദ്യം തന്നെ നമ്മൾ നടയിൽ പോയിട്ട് നെയ്യ് ഇവൻ്റെ കൈ കൊണ്ട് എടുത്ത് വെപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് പ്രസാദം തീർത്തും ആക്കി അവന് പ്രസാദം തൊട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നാവും നാരായവും അവിടെ നടയിലേക്ക് വീണ്ടും എടുത്ത് വെച്ച് എള്ളുത്തിരി ഉണ്ട് അത് വെച്ച് അവനെ കത്തിച്ചിട്ട് ഉഴിഞ്ഞ് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ എഴുതാതിരിക്കണോടത്തേക്ക് വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് എഴുതി കഴിയുമ്പോൾ അവർ കുറച്ച് അരി നമുക്ക് തരും. ആ അരിയിൽ 2 ദിവസം എഴുതിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 3-ാമത്തെ ദിവസം അതുകൊണ്ട് അവനൊരു പായസം വെച്ച് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവൻ്റെ എഴുത്തൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ആ സമയത്തൊക്കെ നല്ല പൊരിഞ്ഞ മഴ പുറത്ത് പെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നല്ല മഴയാണ്. പിന്നെ അമ്പലത്തിൽ ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ള കാരണം വെള്ളം വല്ലാണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും ഇല്ല. പിന്നെ നമ്മൾ വലം വെച്ച് നിവേദ്യമൊക്കെ മേടിച്ചു. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാണ് മഴയൊന്ന് കുറയാൻ വേണ്ടിയിട്ട്. ഒരു തിണ്ടത്ത് ഞാൻ ആദ്യം ഒരു 2 പേര് ഇരുത്തി നോക്കി. പക്ഷേ ഇവന്മാരുടെ കുറുമ്പോണ്ട് ചിലപ്പോൾ നിലത്തേക്ക് വീണാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഇവന്മാരെ താഴത്തേക്ക് ഇറക്കിയിട്ട് ഞങ്ങളും എല്ലാ ഫാമിലീസും ഇരിക്കണം പോലെ താഴെ തന്നെ ഇരുന്നു. അപ്പോൾ എല്ലാവരും കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അമ്പലത്തിൽ. നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഉണ്ണിക്കുട്ടൻ അമ്പാടി അത്തള പിത്തള തവളച്ച് കളിച്ചു തുടങ്ങി. മഴയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. 11 മണിക്ക് അമ്പലം അടയ്ക്കും. അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ ഇങ്ങനെ കുറച്ച് ദിവസം മഴ കുറഞ്ഞപ്പോൾ പോയി തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങളും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കുട്ടേട്ടൻ പോയിട്ട് ഓട്ടോറിക്ഷ എടുത്തിട്ട് വന്നു. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറിയിട്ടാണ്. ഞാൻ ഈ അമ്പലത്തിലേക്ക് വരുമ്പോൾ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടേട്ടൻ കുറേ ഫോട്ടോസ് എടുക്കണം, കുറേ വീഡിയോസൊക്കെ എടുക്കണം, നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷേ മഴ ചതിച്ചു, ഒന്നും എടുക്കാൻ പറ്റില്ല. അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയത്. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചായ ഒരു വട എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോവാണ്. പോണ വഴിയിൽ നമ്മളൊരു ബേക്കറിയിൽ കയറി. ആ ബേക്കറി ആണെന്ന് ഇങ്ങനെ ലൈറ്റ് മിന്നി നിൽക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഉണ്ണിക്കുട്ടൻ അമ്പാടിയും എന്താ കഴിക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. കുട്ടേട്ടൻ എന്താ ബൂസ്റ്റ് പറയാമെന്ന് പറഞ്ഞിട്ട് 4 ബൂസ്റ്റ് പറഞ്ഞു. പിന്നെ ഇവന്മാർക്ക് കഴിക്കാനായിട്ട് ബർഗർ കണ്ടപ്പോൾ ബർഗർ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ബർഗർ മേടിച്ചിട്ട് 2 പേരും കൂടിയിട്ട് ഷെയർ ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ. ഞാനും കൂട്ടുകാരനും ഒരു കട്ട്ലേറ്റും ഒരു പപ്സും പറഞ്ഞു. കട്ട്ലേറ്റ് സത്യം പറഞ്ഞാൽ കൊള്ളൂല്ല, തീരെ ടേസ്റ്റ് ഇല്ല, മതിരിച്ച് നിൽക്കുകയാണ് കട്ട്ലേറ്റ്. അങ്ങനെ അതും കഴിച്ച് ആ ഒരു ഗ്ലാസ് ബൂസ്റ്റും കഴിച്ചപ്പോൾ വയറ് നല്ല പോലെ ഫില്ലായിട്ടാണ്. അമ്പാടി പറയണത് അവന് കിൻഡർ ജോയ് വേണം, ഡയറി മിൽക്ക് വേണം, ജെയിംസ് മിഠായി വേണം, ഇതൊക്കെ എനിക്ക് മേടിച്ച് തരണം എന്നാണ് പറയണത്. പക്ഷെ അവൻ്റെ അച്ഛൻ വേറെ ഏതോ ഒരു ലോകത്ത് നിൽക്കണ കാരണം അവൻ അച്ഛനെ തള്ളിയിട്ട് വീണ്ടും അത് റിപ്പീറ്റേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾ കുട്ടാട്ടൻ്റെ ഒരു പെങ്ങളുണ്ട് കേട്ടോ, വല്യമ്മയുടെ മോളുടെ വീട്ടിലും കൂടി കയറി. നമ്മളിതുവരെ വന്നിട്ടൊന്നുമില്ല കേട്ടോ, ആദ്യമായിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ചേച്ചി നമ്മൾ അമ്പലത്തിലേക്ക് വന്നപ്പോൾ ഒരു വീട് അവിടെ അടുത്ത് തന്നെയാണ്, അപ്പോൾ അങ്ങനെ കയറിയതാണ് കേട്ടോ. പിന്നെ നമ്മൾക്ക് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഈ ഒരു ഷെൽഫ് നിറച്ച് ചേച്ചിയുടെ മോൾക്കും മോനും കിട്ടിയിട്ടുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ കേട്ടോ. നന്നായിട്ട് പഠിക്കും. ചേച്ചിയുടെ മോള് മാത്സ് ടീച്ചറാണ് കേട്ടോ, അവളുടെ കല്യാണമാണ് ആഗസ്റ്റിൽ. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു ചക്കയൊക്കെ ചേട്ടൻ ഇട്ട് തന്നിട്ട് അവർ അവിടെ ഉണ്ടായിട്ടുള്ള ചക്ക തന്നെയാണ്. അപ്പോൾ അതൊക്കെ വണ്ടിയിൽ വെച്ച് നമ്മൾ അവരോട് കല്യാണത്തിന് കാണാമെന്നൊക്കെ പറഞ്ഞ് ടാറ്റ ബൈ ബൈ സീ യു എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോവാണ്. പോരുന്ന സമയത്തൊന്നും വലിയ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഒരു മഴ കിട്ടിയിട്ടോ. പിന്നെ അമ്പാടി എൻ്റെ മടിയിൽ കിടന്നുറങ്ങാണ്. ഉണ്ണിക്കുട്ട വണ്ടിയിൽ നിന്നിട്ട് കാഴ്ചയൊക്കെ കണ്ടങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം.